റെഡി 1 2 3 അടിക്കാം ഇതാ പോണേ യാ കാണുന്ന കാഴ്ച പോലെയല്ല ഗായ്സ്. കാരണം എന്താണോ, ഒന്ന് ചെറിയൊരു കുട്ടിയാണ്, 3 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതും കൂടെ നിങ്ങൾ ചിന്തിക്കണേ. ഓടി ചാടിയാ Audio Jungle. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് റന ഫാത്തിമ എന്ന് പറയുന്ന 3 വയസ്സുള്ള കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കം സ്വദേശി കേട്ടോ. അവിടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ പറയുക, വെറും 3 വയസ്സിനുള്ളിൽ ഒരുപാട് അവാർഡുകളും ഒരുപാട് പ്രോത്സാഹനങ്ങളും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാരിക്കൂട്ടിയ ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ബേക്കിൽ നിൽക്കുന്ന നമ്മുടെ ഇതാണ് നമ്മുടെ ഫാത്തിമ മോള്. ഹലോ ഹായ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ബേക്കാണ് ഈ ഒരുപാട് ട്രോഫികളും കാര്യങ്ങളും കണ്ടില്ലേ, ഇതൊക്കെ ഈ ഒരു 3 വയസ്സിനുള്ളിൽ ഈ കൊച്ചു മോള് വാങ്ങിക്കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇത് വാങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വിഷയം. അപ്പോൾ അതിനു മുമ്പ് ഉമ്മ, എന്തിനാണ് നമ്മളെ ഈ മോള് ഈ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയത്? ചെറുപ്പം മുതലേ വെള്ളത്തിലിങ്ങനെ ചാടി നീന്തി കളിക്കും. നീന്തൽ അല്ലേ? അതെ ഫ്രണ്ട്സ്. അപ്പോൾ നീന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് പേര് നീന്തൽ പഠിച്ചിട്ടും നീന്തൽ ഒരു പ്രൊഫഷണലാക്കി എടുത്തിട്ടുമാണ് നീന്തലിന് അവാർഡൊക്കെ വാങ്ങുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു കഴിവാണ്. ചെറിയൊരു 3 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി നമ്മുടെ എന്താ പറയുക, ഒരു കുത്തനെ താഴെയുള്ള കുത്തനെ ഒഴുക്കിലൊക്കെ നീന്തി അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു സിദ്ധി എന്ന് പറയാം അല്ലേ. അത്രയ്ക്കും അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മളെ ഈ റന ഫാത്തിമ മോൾ കേട്ടോ. അപ്പോൾ മോളുടെ വിശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിനു മുമ്പ് പരിചയപ്പെട്ട വേറെ ആളും കൂടെ ഉണ്ട്, നമുക്ക് സുപരിചിതനായ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫാത്തിമയുടെ ഉപ്പട്ടോ. അപ്പോൾ ഹായ്, എൻ്റെ പേര് റഫീഖാണ്. റഫീഖ് തോട്ടുമുക്കം എന്നാണ് അറിയപ്പെടുന്നത്. മാധ്യമപ്രവർത്തകനാണ്. ഓക്കെ. ന്യൂസ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാണ്. മനോരമ, മീഡിയ വൺ, ദൂരദർശൻ, ടൈംസ് നൗ, ഇന്ത്യ ടുഡേ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ചാനലിൻ്റെയും ഇവിടുത്തെ ഈ ഭാഗത്തുള്ള മലയോര മേഖലയിൽ ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം മോള് ഇതിൻ്റെ വെച്ചാൽ ഉമ്മയാണ് മെയിൻ കോച്ച്. ഞങ്ങളുടെ മക്കള് 2 ആളുണ്ട്. ഓരോ കൂടെ പുഴയിലേക്ക് ഒരു 1-ാം വയസ്സ് മുതൽ തന്നെ പുഴ ഉമ്മ കുളിക്കാൻ പോകുമ്പോൾ ഇതേപോലെ അത് കണ്ടില്ലേ, അപ്പൊ അങ്ങനെ നിൽക്കുള്ളൂ. കണ്ടില്ലേ വീഡിയോ? ഉമ്മ എൻ്റെ വൈഫിനെ പോലെ ഓളം ശരിക്കും ഉമ്മാനെ വേണ്ട, ഉമ്മാനെ കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ എവിടെ പോകുകയാണെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ പുഴേനെ പരിചയപ്പെടുത്തി പുഴയിലുള്ള പേടി മാറി അങ്ങനെയാണ് ആ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി. സാധാരണ രീതിയിൽ പൂളുകളിലൊക്കെ നീന്തുന്ന, വിദേശ രാജ്യങ്ങളിലെ പൂളുകളിലൊക്കെ നീന്തുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒഴുക്കുള്ള പുഴയിൽ ഇങ്ങനെ നീന്തി ആരും കണ്ടില്ല. അതുകൊണ്ടാണ് അത് അത്രയും വൈറലായത് ആ വീഡിയോ. എല്ലാ ചാനലും ഏറ്റെടുത്തു, ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് സംഘടനകളും ഒക്കെ ഓളെ ആദരിക്കാൻ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണുള്ളത്. പിന്നെ വേറെ ചോദിക്കട്ടെ, ഈ അടുത്ത് രാഹുൽ ഗാന്ധി മോളെ കാണാൻ വന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മോളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത വരവിന് മുക്കത്തൊരു അപ്പോയിന്റ്മെന്റ് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി ശരി. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. നമുക്ക് മുമ്പിൽ വന്ന സൈക്കിൾ വരെ ഈ സൈക്കിൾ വരെ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഒരുപാട് സംഗതി ട്രോഫികൾ പറയുകയാണെങ്കിൽ ഒരുപാട് ട്രോഫികളുണ്ട്. എല്ലാം റന ഫാത്തിമയ്ക്ക് ലഭിച്ച ട്രോഫികളാട്ടോ. ഒരു ട്രോഫി ഒന്നല്ല, ഒരുപാട് ട്രോഫികൾ. കണ്ടോ, ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഈ കൊച്ചുകുട്ടിക്ക് കിട്ടിയ അവാർഡുകളും പുരസ്കാരങ്ങളുമാണ് ഈ വീട് നിറയുള്ളത്. പിന്നെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കോച്ച്, അതായത് ഈ കുട്ടിയെ നീന്തൽ പഠിപ്പിച്ചത് ഈ കുട്ടിയുടെ എന്താ പറയുക ഗ്രാൻഡ്മ, അതായത് നമ്മുടെ റഫീഖയുടെ ഒരു ഉമ്മയാണ് ഈ കുട്ടിയെ ഫുള്ളായിട്ടും കോച്ച് ചെയ്തിട്ട് ഇത്രയും സെറ്റപ്പാക്കി എടുത്തിട്ടോ. അപ്പം നേരെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ വിശേഷങ്ങൾക്ക് പോകാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യട്ടോ, എങ്കിലേ ഞങ്ങൾ വീണ്ടും കാണുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടോ, ഈ ഒരു ചെറുപുഴയിലാണ് അവൾ നീന്തലൊക്കെ പഠിച്ചെടുത്തത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മാത്രമല്ല കണ്ടില്ലേ, ഒരുപാട് ലൊക്കേഷൻസ് കണ്ടോ. അവരെ ഉപ്പ ഇവിടെ ഉണ്ട്, കോച്ചായ ഉമ്മ ഇവിടെ ഉണ്ട്, മോൾ അവിടെ ഉണ്ട്. അവരുടെ ജ്യേഷ്ഠൻ ഒരു കൊച്ചു മിടുക്കം വേറെ ഉണ്ട്. ഇവരൊക്കെ അവരെ ചെറു കോച്ചുമാരാട്ടോ. അപ്പോൾ ജുനൈദ് നമ്മുടെ മോളെടുത്ത് വരുന്നുണ്ട്.
ഇതാണ് നമ്മൾ ഫസ്റ്റ് മൂവ്മെൻറ്റ് തുടങ്ങുകയാണേ. റെഡി 1 2 3 എന്താ പോണേ. യാ ഫ്രണ്ട്സ് പോകണ്ട, ഒരു ചെറിയ ഒരു 3 വയസ്സുള്ള കുട്ടിയാണ് കേട്ടത്. എല്ലാവരും ഇത് വാവ് എന്താണെന്നറിയോ, വളരെ എന്താ പറയുക കൗതുകം എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ഹായ് പറഞ്ഞേ. ഹലോ. 3 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെള്ളം തൊടാൻ തന്നെ പേടിയുള്ള സമയമാണ്. ആ സമയത്താണ് നമ്മളെ കൊച്ചു മോളിതാ ഇവിടെ ഇങ്ങനെ ചാടി കുളിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മൾ എന്താ പറയാ വാട്ടർ ബേബി എന്നാണ് ആൾ പേരിട്ട്. വാട്ടർ ബേബി. ആ മലപ്പുറത്തിന്റെ സ്വന്തം വാട്ടർ ബേബി ഇതാണ്. ഓക്കെ, മലപ്പുറം ജില്ലല്ലേ ഈ പുഴ മലപ്പുറം ജില്ല അല്ലേ? അപ്പോൾ സംഭവം ഇത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഇവൾ നീന്തൊക്കെ പഠിച്ചത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള നമ്മളെ പുഴയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നതും മലപ്പുറം ജില്ലയുടെ ഭാഗമുള്ള ഒരു സ്ഥലത്താണ്. ഓക്കെ, ഇതിന്റെ അടി കണ്ടില്ല, നല്ല കുത്തൊഴുക്കുണ്ട് അതിന്റെ ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നീന്തല്ലേ അമ്മേ? ഓക്കെ ഓക്കെ ആ പോണേ. അല്ലാ, ഇത് ഭയങ്കര ആക്റ്റീവാണല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ പ്രതീക്ഷനങ്ങോട്ട് അപ്പുറത്താണ് കേട്ടോ സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക ക്യാമറ നമ്മുടെ കുട്ടിയുടെ ഉപ്പാക്ക് തന്നെ കൈമാറുകയാണ്. ഇനി അടുത്ത ഷോട്ടിലൊക്കെ വരുന്നത് അങ്ങനെ കേട്ടോ, ആ രീതിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ ഓക്കെ, ഇവർക്ക് വേണ്ടിയിട്ട് മോളത്തെ ഒന്നുകൂടി ഞാൻ ഷൂട്ട് ചെയ്യാം. യെസ്, എന്തായാലും നമ്മളെ പുഴയിൽ അധികം വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ മാത്രമല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ ഏറ്റെടുക്കുന്നത്. നല്ല വഴുക്കാണ് ഇവിടെയൊക്കെ, അതുകൊണ്ട് ഇവർക്ക് വലിയ പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കുത്തൊഴുക്കുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഞങ്ങൾ സെക്കൻഡ് ക്യാമറമാൻ. അപ്പോൾ ഞാൻ ഇന്നു മുതൽ എൻ്റെ കോച്ചായിട്ട് നമ്മളെ മോളെ നീന്തൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ കോച്ചായിട്ട് മോളെ നമ്മളങ്ങോട്ട് നിയമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ നീന്തൽ ഞാൻ കാണിച്ചോണ്ടോ? അങ്ങനെ ഫസ്റ്റ് നീന്തണ്ട അവിടെ നിന്നോ? അങ്ങോട്ട് ഫസ്റ്റ് കാണിച്ചോണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളെ കോച്ച്, അതായത് റന ഫാത്തിമ മോളുടെ കോച്ചാണ് ഗായ്സ് ഈ കാണുന്നത്. അപ്പോൾ എന്താ മോളെ പറ്റി പറയാനുള്ളത്? മോള് ഇതേമാതിരിയല്ല, ഇങ്ങനെ നീന്തി വളർത്തി എല്ലാ കുട്ടികളും ഇങ്ങനെ ഇറക്കണം. ഇനിയിപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ ഒരു ചെറിയ കുട്ടീനെ ഉമ്മാൻ്റെ കൈ കൊണ്ടുകൊടുത്താൽ തന്നാൽ ഞങ്ങൾക്ക് നീന്തൽ പഠിപ്പിച്ച് കുട്ടപ്പനായി തരുമോ? കാരണം ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാവാണ്. കാരണം ഇങ്ങനെ കുട്ടികൾ നീന്തുന്ന പറയുന്നുണ്ടായിരുന്നു. ഇമ്മ വന്ന അങ്ങനെ വിളിച്ചിട്ടുണ്ടായി പറഞ്ഞു മുക്കത്തുനിന്നൊക്കെ. വന്നാൽ ഞങ്ങൾ പഠിച്ചോ നിങ്ങൾ വരികയായിരുന്നു ആണല്ലേ? അപ്പോൾ കണ്ടല്ലേ, നല്ല വൈഡായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല സൂപ്പർ സ്ഥലമാണ്. വെള്ളത്തിൻ്റെ സ്ഥലമാണ് ഫുള്ളും മഴവെള്ളത്തിൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മഴ നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിലും അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് വെള്ളം വരും, പെട്ടെന്ന് കലങ്ങി വരും, ഉരുൾപൊട്ടലൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ സമയത്തൊന്നും ആരും അങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാ ക്ഷീണിച്ചാ? എവിടെയല്ലേ അടുത്ത സ്റ്റെപ്പിന് പോകണ്ട, നമ്മൾ കയറ്റിയതാട്ടോ, വീണ്ടും പുഴയിലേക്ക് തന്നെ പോവാണ്. ഇത് ഭയങ്കര അത്ഭുതമുണ്ട് ഗായ്സ്. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ മറ്റു സ്ഥലം, ഇതൊരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇവിടെ കുറച്ച് ചെളിയും കാര്യമൊക്കെ ഉണ്ട്, എങ്കിലും നല്ല വൈബിൽ നിൽക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ചുറ്റും ഇങ്ങനെ ഓട കൊണ്ട് മൂടിയ നല്ലൊരു സ്ഥലം. ഇവിടെയൊക്കെ നീന്തൽ പഠിച്ച് എന്താ പറയുക, ഇങ്ങനെയൊക്കെ നീന്തൽ പഠിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റന ഫാത്തിമ മോളുടെ നീന്തലും കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് അതിന് മുമ്പ് ഒരു വേറെ കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ ഒരു ഫാമിലിയിൽ 2 യൂട്യൂബ് ചാനലുണ്ട്. ആ 2 ചാനലും ഞാൻ പരിചയപ്പെട്ടിട്ട് അതിൻ്റെ ഓണേഴ്സ് അവിടെ. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക റഫീഖയുടെ വൈഫാണ്. ഇവർക്ക് ചാനലുണ്ട്. എന്താ ചാനലിൻ്റെ പേര്?
അതിലെന്താ കണ്ടന്റ് നമ്മൾ ചെയ്യുന്നത്? അതില് ബ്യൂട്ടി വ്ലോഗ്സ് ആണ്. ഓക്കെ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. പിന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്കാക്കും ഒരു ചാനലുണ്ട്, പറഞ്ഞല്ലോ ഒരു മീഡിയയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് സംബന്ധമായ ഒരുപാട് ചാനൽ അതിലുണ്ട്. അപ്പോൾ ചാനൽ പേരെന്തേനു? എൻ്റെ RT മീഡിയ എന്നാണ്. റഫീഖ് തോട്ടുമുക്ക് എന്നുള്ളതിന് ഷോർട്ടാണ് RT മീഡിയ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. RT മീഡിയ കേരള. വൈഫിൻ്റെത് റിഫാന തോട്ടുമുക്കോ. അത് രണ്ടാളും കൂടെ ചെയ്യുന്ന ചാനലാണോ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? രണ്ട് സെപ്പറേറ്റ് അല്ലേ? ഓക്കെ. അപ്പം അതായിരുന്നു ആ ചാനൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കാര്യം നോക്കുക. മാത്രമല്ല ഇന്ന് നമ്മൾ വന്നത് നമ്മുടെ രന ഫാത്തിമ എന്ന മോഡൽ വിശേഷങ്ങൾ കണ്ടിട്ടായിരുന്നു. അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് പ്രതീക്ഷയിൽ ബൈ.